ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫോ അല്ലെങ്കിൽ ഒരു സ്റ്റഡി വ്ളോഗോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കാരണം ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ നോക്കിയിട്ട് അതെനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇത് കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആട്ടോ. മെയിൻലി സ്റ്റഡീസ് തന്നെയാണ് ഇപ്പോൾ മെയിനായിട്ടും നടക്കുന്ന കാര്യം, അതായത് കൊണ്ട് അങ്ങനെ ഒരു വ്ളോഗാണ് എടുക്കുന്നത്. ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് രാവിലെ ആട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ 2 ബാസ്ക്കറ്റിലായിട്ട് ഇങ്ങനെ ഇട്ട് വെക്കാറാട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് നാളായിട്ടും ഓർഗനൈസ്ഡ് ആവാൻ വേണ്ടി നോക്കുന്നുണ്ട്. അത് ഞാൻ എന്നാൽ ഞാൻ ഭയങ്കര മെസ്സി പേഴ്സണൊന്നുമല്ല, പക്ഷേ നല്ലൊരു ഓർഗനൈസ്ഡ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ അങ്ങനെ എല്ലാതും എടുത്തു വെക്കുന്ന കൂട്ടത്തില്ല. വേണ്ടതും വേണ്ടാത്തതും ഒക്കെ ഞാൻ എടുത്ത് വെക്കും, എന്തിനാണെന്നറിയില്ല. അപ്പോൾ ഇങ്ങനെ മന്ത്ലി ഇങ്ങനെ ഓരോന്ന് ചെക്ക് ചെയ്തിട്ട് എനിക്ക് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ അത് കളയും. അപ്പോൾ ഇപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എല്ലാതും ആകെ അലങ്കോലമായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഈ ഓർഗനൈസ്ഡ് ചെയ്യുന്നതിന് എൻ്റെ മെയിൻ ഇൻസ്പിറേഷൻ എൻ്റെ ഹസ്ബൻഡാണ്. ഇപ്പോൾ ഒരു സാധനം ഞാനൊരു സ്ഥലത്ത് കൊണ്ടുവെക്കുന്നതും ആൾ കൊണ്ടുവെക്കുന്നതും നല്ല ഡിഫറെൻ്റ് ആയിരിക്കും. ഞാൻ കൊണ്ടുവെക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല, പക്ഷെ ആളത് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക ഭംഗി ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ഞാൻ ചെയ്യാൻ നോക്കുന്നതാണ്. പിന്നെ ഇതൊരു സ്പ്രേ റീഫില്ലറാട്ടോ. ഇത് നല്ല യൂസ്ഫുള്ളാണ് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ. ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് കാണിച്ചു തന്നെ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് കുറേ പൗഡർ, സ്പോഞ്ചസും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇട്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാണ്. പിന്നെ ഞാൻ കവേഴ്സൊന്നും അങ്ങനെ കളയാറില്ല, കാരണം കവറിന്ന് പുറത്തേക്ക് എടുത്താൽ എൻ്റെ കയ്യിൽ നിന്ന് സാധനം മിസ്സാവാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനതങ്ങനെ എടുത്തു വെക്കുന്നതാണ്. പിന്നെ ഇതൊരു മെഡിസിൻ ബോക്സാണ്. ഞാൻ ഇതിനകത്താണ് നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളും മെഡിസിൻസൊക്കെ ഇട്ട് വെക്കുന്നത്. അപ്പോൾ ഇതിന് ചില ഓയിൻമെൻറ്റ്സ് ഒന്നും ഇനി ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റുകയാണ്. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം. ഇതിനകത്ത് ഇപ്പോൾ അധിക സാധനങ്ങളൊന്നുമില്ല. ഇതിനകത്ത് മഫ്താൽ സ്പാസ് ഉണ്ട്. അത് ഗേൾസിന് അറിയാമല്ലോ, നമ്മൾ മെൻസ്ട്രൽ പെയിന് മിക്കവാറും പേരൊക്കെ കഴിക്കുന്നതാണ്. അതങ്ങനെ എപ്പോഴും കഴിക്കുന്നത് നല്ലതും അല്ല കേട്ടോ. അപ്പോൾ മെഫ്നിമിക് ആസിഡിൻ്റെ ന്യൂസ് കുറച്ച് മുമ്പ് നല്ല സ്പ്രെഡായിട്ടില്ലായിരുന്നു. അപ്പോൾ പക്ഷെ നല്ല കൊടുങ്ങുന്ന സിറ്റുവേഷനിൽ കഴിക്കല്ലാതെ വേറെ വഴി ഉണ്ടാവാറില്ല. പിന്നെ ഇതിൽ അമൃതാഞ്ജൻ പിന്നെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സിലിട്ട് വെക്കുമ്പോൾ പെട്ടെന്ന് എടുക്കാൻ സുഖമായിരിക്കും. പിന്നെ ഇത് മൗത്ത് അൾസറിനുള്ളതാട്ടോ. അപ്പോൾ അതൊക്കെ ആണ് ഇതിനകത്തുള്ളത്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യാറുണ്ട്. വേണ്ടാത്തത് ചിലപ്പോൾ കളയും, അല്ലെങ്കിൽ ചിലതിന് എക്സ്പയറി ഒക്കെ നോക്കിയിട്ടൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത്. കാരണം കുറേ ആയിട്ട് എടുത്ത് വെക്കുന്നതല്ലേ. പിന്നെ ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോഴാണ് ഞാൻ എൻ്റെ 2 ബുക്സ് കണ്ടത്. ഇത് വാങ്ങിയിട്ട് 2-3 മാസമായിട്ടുണ്ടാവും, പക്ഷേ ഇതുവരെ ഫുള്ള് വായിച്ചിട്ടില്ല. ഇതിൽ ചെതുമ്പലുകൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഫുള്ളാക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് പുറത്തൊക്കെ എടുത്ത് വെച്ചാൽ കാണുമ്പോൾ പിന്നെയും വായിക്കാൻ തോന്നും. പിന്നെ ഇത് ഈവനിങ് ആട്ടോ. ഈവനിങ് പിന്നെ ഞാൻ പഠിക്കാനിരിക്കുന്നത്. അപ്പോഴാണ് പിന്നെ നെക്സ്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് മുറ്റത്തെ കൂടെയൊക്കെ ഒന്ന് ഇറങ്ങി നടക്കുകയാണ്. എനിക്കിങ്ങനെ മുറ്റത്തെ കൂടെ ഇറങ്ങി നടക്കാനും ചെടികൾ നോക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഞാൻ സിറ്റ് ഔട്ടിലിരുന്നിട്ടാട്ടോ പഠിക്കുന്നത്. കാരണം ഉള്ളിൽ തന്നെ ഇരുന്ന് പഠിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു ബോറടിയൊക്കെ ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ സ്ഥലങ്ങൾ മാറ്റാറുണ്ട്. അപ്പോൾ ഈവനിങ് ഒക്കെ ആകുമ്പോൾ വെയിലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അപ്പോൾ സിറ്റ് ഔട്ടിലിരുന്ന് പഠിക്കാൻ സുഖമാണ്. ഇതൊക്കെ ഓരോരുത്തരനുസരിച്ചാട്ടോ. ഇപ്പോൾ ചിലർക്ക് സ്ഥിരമായിട്ട് ഒരു സ്ഥലത്തിരുന്ന് പഠിക്കണതായിരിക്കും കുറച്ചും കൂടി വർക്കൗട്ടാവുക. പണ്ട് ഞാനും അങ്ങനെ ആയിരുന്നു, പക്ഷേ ഇപ്പം എനിക്ക് ഇങ്ങനെയാണ് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നുന്നത്. അതിൻ്റെ ഇടയിൽ ഗ്യാപ്പിൽ ഞാൻ ഒന്ന് ഫ്രിഡ്ജ് തുറന്നൊക്കെ വന്നതാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജ് തുറന്നോക്കിയാലേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ എടുത്ത് കഴിക്കും. ഇത് ചിക്കുവാണ് ഇപ്പോൾ എൻ്റെ കണ്ടത്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ചെറിയൊരു ബ്രേക്ക് എടുത്ത് പഠിക്കണതിൻ്റെ ഇടയിൽ. ഇതിൻ്റെ ഇടയിൽ പഠിക്കാൻ ചെറിയൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, 1-2 ദിവസമൊക്കെ. അപ്പോൾ അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയാണ് നോക്കിയിരുന്നത്. ഇതൊരു സ്റ്റഡി ടിപ്പായിട്ട് കൂട്ടുമെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഫുഡ്, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകാൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാകുമ്പോൾ ഞാൻ ഇത്ര ടോപ്പിക്സ് വെക്കും. ആ ടോപ്പിക്സ് ചെയ്ത് തീർത്താൽ ഞാൻ ആ കാര്യം ചെയ്യും. അങ്ങനെയൊക്കെ വെക്കാറുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും വർക്കൗട്ടാവുമെന്ന് അറിയില്ല. പിന്നെ ഞാൻ എൻ്റെ മടിയൊക്കെ മാറ്റാനും കുറച്ചും കൂടിയൊക്കെ ഫോക്കസ് ചെയ്യാനും വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യാറുണ്ട്. അതേപോലെ നമ്മൾ നല്ല ലെസ് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ഒരു ബുക്കോ പേപ്പറൊക്കെ എടുത്തിട്ട് അതിനകത്ത് നമ്മൾ ഗോൾസൊക്കെ ഒന്ന് എഴുതി വെക്കുക. അതായത് നമുക്ക് ഇന്നത് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതി വെക്കുമ്പോൾ
ഒരു മോട്ടിവേറ്റഡ് ഫീൽ ഉണ്ടാവും. ഞാനത് എവിടെയോ വായിച്ചോ അല്ലെങ്കിൽ എവിടെയോ കേട്ടോ അറിഞ്ഞതാണ്. പക്ഷെ ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്കത് വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എപ്പോഴും എന്നല്ല, നമ്മൾ ഒട്ടും ഒരു മോട്ടിവേഷൻ ഇല്ലാതെ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു പേപ്പറിലൊക്കെ എഴുതുമ്പോൾ എനിക്കിത് ചെയ്യണം അങ്ങനെ കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ ഒരു കോൺഫിഡൻസോ അല്ലെങ്കിൽ നമുക്കൊരു ഒന്നുകൂടി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഫീലോ കിട്ടും. അതേപോലെ തന്നെയാണ് ഇപ്പം നമ്മൾ നല്ല സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത്, അത് പഠിക്കാമെന്നല്ല വേറെ എന്ത് കാര്യത്തിലാണെങ്കിലും നമ്മളൊന്ന് മനസ്സ് തുറന്ന ഒരാളോട് സംസാരിച്ചാൽ, അതിപ്പോൾ ആളടുത്ത് വേണമെന്നൊന്നുമില്ല, നമ്മൾ ഫോണിലോ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചോ അങ്ങനെ നമ്മൾ ഫീലിങ്സ് ഒന്ന് ഷെയർ ചെയ്താൽ നമുക്ക് കുറച്ചുകൂടി ഇത് റിലീഫായിരിക്കും. പക്ഷേ ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ ആളുകളെ നോക്കി കണ്ടും സെലക്ട് ചെയ്യുക. അതായത് നമുക്ക് അത്രയും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് വേണം നമ്മൾ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ, അല്ലെങ്കിൽ വെറുതെയാണ്, അത് തിരിച്ച് നമുക്ക് തന്നെ പണി കിട്ടും. അപ്പോൾ അത്രയും വിശ്വസിക്കാൻ പറ്റുന്ന നമ്മുടെ നല്ലൊരു ഫ്രണ്ടിനോടോ അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും വേണ്ടപ്പെട്ട ആളോടോ ഒക്കെ ഷെയർ ചെയ്താൽ കുറച്ചുകൂടെ റിലീഫ് തോന്നും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.